ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാട്ടിലെ പള്ളിയിലാണ്. ഇതെവിടെയാണെന്ന് വെച്ചാൽ പാപ്പിനിശ്ശേരി ഗേറ്റിൻ്റെ അടുത്താണ് ഈ ഒരു കാട്ടിലെ പള്ളി വരുന്നത്. അതായത് മൂന്ന് പെറ്റുമ്മ പള്ളി എന്നാണ് പറയുക. അവിടെ ഇപ്പം മൂന്ന് പെറ്റുമ്മ പള്ളി മഖാം ഉറൂസാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കേട്ടോ അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ 6 ദിവസമായി, 7ാമത്തെ ദിവസം നാളെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൂടി ഇവിടെ പ്രാർത്ഥനകളൊക്കെ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചന്ദന തിരികളൊക്കെ കത്തിച്ചും, അതുപോലെ തന്നെ മൂന്ന് പെറ്റുമ്മ, ഇതാണ് മൂന്ന് പെറ്റുമ്മ. എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. ഈ മൂന്ന് പെറ്റുമ്മ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അവിടെ ഒരു നമുക്ക് കാണാം നിലത്തിങ്ങനെ ഒരു മൂന്ന് പെറ്റുമ്മേൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഉള്ളിലിങ്ങനെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഹിന്ദുസിന് കൂടി പ്രവേശനമുണ്ട്. മുസ്ലിംസിന് മാത്രമല്ല, ഹിന്ദുസിനും ഇവിടെ ഉള്ളിൽ കയറും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അത് മാത്രമല്ല, ഒരുപാട് നേർച്ചയൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ബുക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നേ, അറബിയിലുള്ള. അപ്പോൾ അതൊക്കെ ഈ മുസ്ലിംസ് എല്ലാവരും അവിടെ ഇരുന്ന് അതിങ്ങനെ വായിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ, കുട്ടികളും വലിയവരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ. അതിനടുത്ത് തന്നെ അവർക്ക് ഈ വരുന്നവർക്ക് നിസ്കരിക്കാനുള്ള ഏർപ്പാടും ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുള്ളൊരു ബിൽഡിങ്ങിൽ. ഇതാണ് ആ പള്ളിയുടെ മുൻഭാഗം കേട്ടോ. അവിടെ തന്നെ നിങ്ങൾക്ക് എന്താണോ നേർച്ച ചെയ്യാനുള്ളത് അതൊക്കെ അവിടെയുള്ള സൗകര്യമുണ്ട്. ഇതതിന് മുമ്പിലുള്ള ചന്തയാണ് കേട്ടോ. ഈ പള്ളീന് തൊട്ട് മുമ്പിലായി തന്നെ ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് ചന്തയും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇതാ സെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അത്തറിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ഇന്നതെന്നൊന്നുമില്ല, നമുക്ക് അത്രയും വളരെ എന്താ പറയുക ഇഷ്ടം പോലെ കാണാനുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി ഒരു വൈബാണ് അവിടെ ഉണ്ടായത്. ഞങ്ങൾ രാത്രിയാണ് പോയത്. ഞാനും മോളും എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു അവിടെ. ഇന്ന് പിന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തീരാനായി പോകുന്നതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവായിരുന്നു. ഇവിടെയൊക്കെ നിറയെ പൊരിയും അതുപോലെ തന്നെ അലുവിയും അതുപോലെ തന്നെ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെന്തോ ഒരു പേരുണ്ട്, ഇപ്പോൾ കാണിച്ച സാധനത്തിന് പേര്. 1993-94 വർഷത്തെ SSLC ബാച്ചിൽ നമ്മുടെ കൂട്ടുകാരാണ്. അതാണ് നമ്മുടെ ഗുൽമോഹർ തണൽ എന്നാണ് നമ്മുടെ ആ ഒരു ബാച്ചിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ 2 വർഷത്തിലധികമായിട്ട് ഈ ഒരു കൂട്ടായ്മ രൂപം കൊണ്ടു. അതിനുശേഷം കൂട്ടായ്മയുടെ വാർഷിക പരിപാടികൾ സ്കൂളിൽ നടക്കാറുണ്ട്. അതുകൂടാതെ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ ഈ ഗുൽമോഹറിൻ്റെ പേരിൽ ഈ ഹലുവയുടെ ഒരു ബിസിനസ് കഴിഞ്ഞ വർഷം കാട്ടിലപ്പള്ളിക്കാണ് ആദ്യമായിട്ട് തുടക്കമിട്ടത്. ഇപ്പോൾ ഗുൽമോഹർ ഹലുവ 2.0 എന്ന പേരിൽ 2ാം വർഷം ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് അടുത്ത വർഷം ഉണ്ടാവും, ഇനി അങ്ങോട്ട് ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നോമ്പിനുണ്ടാവും. പിന്നെ ഇഫ്താർ പ്രോഗ്രാം ഉണ്ടാവും. അങ്ങനെ വിവിധ പരിപാടികളുണ്ടാവും. പിന്നെ നമ്മുടേതായ ഒരു സ്പെഷ്യൽ ഗുൽമോഹർ എന്ന പേരിൽ തന്നെ ഒരു ഹലുവ ഇത്തവണ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചൂടപ്പം പോലെ വിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചൂടോടെ വിറ്റ് കഴിഞ്ഞു ഗുൽമോഹർ ഹലുവ. അത് കിട്ടാനില്ല. അങ്ങനെ ഞങ്ങളിതാ പള്ളീൻ്റെ ഉള്ളിലേക്ക് കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ചന്തേൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ ഇല്ലേ, കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മസാലയും അതുപോലെ തന്നെ പാനിപ്പൂരിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കുറേ സമയം നടന്ന് ക്ഷീണിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ കുറച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുറേ അടിപൊളി നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ചന്തയിൽ നമുക്ക് എന്ത് സാധനം കിട്ടും കേട്ടോ. ഇവിടെയാണ് പുറത്തന്നെയുള്ള ചന്തയാണ് ഇത്. ഞാൻ വരുന്ന സമയത്ത് കരിമ്പൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു വടിയുണ്ടോ, ഈ ഒരു വടിക്ക് കരിമ്പിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ മോശമൊന്നുമില്ല, നല്ല അത്യാവശ്യം വണ്ണൊക്കെ ഉള്ള കരിമ്പ് തന്നെയായിരുന്നു. നല്ല മധുരമൊക്കെ ഉണ്ടെന്നാണ് അവിടെ വിൽക്കുന്ന ആ ഒരേട്ടൻ പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മോനും മോക്കൊക്കെ കരിമ്പ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ പള്ളിയിൽ ഇതുപോലെ കാട്ടിലെ പള്ളിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പം കരിമ്പൊക്കെ വേണമല്ലോ. അതുപോലെ തന്നെ കരിമ്പൊക്കെ ഞാനിവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.